നമസ്തേ. ഭരതനാട്യം അരങ്ങേറ്റം എന്ന സീരീസിന്റെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചോദ്യം: ഒരു ഭരതനാട്യം അരങ്ങേറ്റത്തെക്കുറിച്ച് നിലവിലുള്ള തെറ്റായ ധാരണകൾ എന്തൊക്കെയാണ്? ഭരതനാട്യം അരങ്ങേറ്റത്തെക്കുറിച്ച് നിലവിലുള്ള പ്രധാന തെറ്റിദ്ധാരണയാണ് ഒരു വിദ്യാർത്ഥിയുടെ ആദ്യത്തെ പെർഫോമൻസ് ആണ് അരങ്ങേറ്റം എന്നുള്ളത്. അരങ്ങേറ്റത്തിൽ ഉൾപ്പെടുത്തേണ്ട ചില പ്രധാന ഇനങ്ങൾ ഉണ്ടെന്നിരിക്കെ അലാരിപ്പ്, പുഷ്പാഞ്ജലി അല്ലെങ്കിൽ ഏതെങ്കിലും കീർത്തനം, തോടയം മുതലായ ഒന്നോ രണ്ടോ ഇനങ്ങൾ ഒരു കുട്ടിക്ക് സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ അവസരം കിട്ടിയാൽ അതിനെ അരങ്ങേറ്റമായി തെറ്റിദ്ധരിക്കപ്പെടാറുണ്ട്. എന്നിരുന്നാലും ഇത്തരം ചെറിയ ചെറിയ പെർഫോമൻസിലൂടെ നേടിയെടുക്കുന്ന അറിവും ധൈര്യവും അനുഭവ സമ്പത്തുമൊക്കെ ഭാവിയിൽ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ നീളമുള്ള സോളോ പെർഫോമൻസായി ഒരു ഭരതനാട്യം അരങ്ങേറ്റം നടത്താൻ ആ വിദ്യാർത്ഥിയെ വളരെയധികം സഹായിക്കുന്നുമുണ്ട്. അരങ്ങേറ്റത്തെക്കുറിച്ചുള്ള മറ്റൊരു ധാരണയാണ് ഒരു വിദ്യാർത്ഥി അരങ്ങേറ്റത്തോടു കൂടി എല്ലാം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അത് തികച്ചും തെറ്റായ ധാരണയാണ്. ക്ലാസിക്കൽ കലകൾ വളരെ വിശാലമാണ്. മാത്രവുമല്ല, ഇന്നോവേഷൻസ് വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്. ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ആവുക എന്നുള്ളതിൻ്റെ ആദ്യത്തെ ലെവൽ മാത്രമായി അരങ്ങേറ്റത്തെ കാണേണ്ടതാണ്. അതായത് ആർട്ടിസ്റ്റ് എന്നും ഒരു വിദ്യാർത്ഥിയായിരിക്കുന്നതാണ് ഉയർച്ചയ്ക്ക് നല്ലത്.